മഴക്കാലമായതിൽ പിന്നെ എപ്പോഴും പൂക്കൾ കാണുന്ന പ്ലാന്റ് ഇതുമാത്രമാണ്. ഒന്ന് പിൻട്രസ്റ്റ് ഗേൾ ആകാൻ നോക്കിയതാ. അതിനുവേണ്ടി 4-5 പൂക്കൾ കട്ട് ചെയ്തെടുത്തു. വർഷകാലത്ത് ഇലച്ചെടികൾ കാണാൻ വേറൊരു ഭംഗി തന്നെയാണ്. പക്ഷേ അധികമായാൽ അമൃതം വിഷമെന്ന് പറയും പോലെ മഴ അധികമായാൽ ഇതിനെയെല്ലാം കെയർ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കിളിമരം ട്രിമ്മ് ചെയ്ത ശേഷം കൂടുതൽ പുഷ്പിച്ചിരിക്കുന്നത് അതിനു മുകളിലൂടെ ചാഞ്ഞു വളരുന്ന തൂക്കണ ചെമ്പരത്തിയാണ്. എപ്പോഴോ കിച്ചൺ വേസ്റ്റിനോടൊപ്പം കൊണ്ടിട്ട ചെറിയ ഉള്ളി വളർന്നിട്ടുമുണ്ട്. റീപോർട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി നിർത്തിയേക്കുവാണ് സ്നേക്ക് പ്ലാന്റ് കുടുംബത്തിൽപ്പെട്ട ഈ പ്ലാന്റിനെ. ഈ കാണുന്നത് കുടങ്ങലാണ്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് വിളിക്കാറ്. മഴ തുടങ്ങിയതിൽ പിന്നെ നല്ല പച്ച പരവതാനി ഇട്ടതുപോലെ വളരുന്നുണ്ട് കുടങ്ങലും. ഇന്നലെ ഉണ്ടായിരുന്ന കാറ്റിൽ തക്കാളി തൈ ഒടിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതി. ഒന്നും പറ്റിയിട്ടില്ല. ദാ ഈ മുളക് ചെടിയും മറിഞ്ഞിരിക്കുന്നു. ക്വസ്റ്റ്യൻ മാർക്ക് ചെടി വീണ്ടും പുഷ്പിക്കാൻ തുടങ്ങി. അടുത്ത മഴ ദാ കാർമേഘം ഏന്തിക്കൊണ്ട് വരുന്നുണ്ട്. ഈ അഗ്ലോണിമയെയും കമ്പൊടിച്ച് മാറ്റി നട്ട ഹൈഡ്രാഞ്ചിയുമൊക്കെ നന്നായി നിൽപ്പുണ്ട്. മുളങ്കാട്ടിൽ ചീവീടിൻ്റെ ശബ്ദം മഴയായാൽ നന്നായി കേൾക്കും. ഈ മുള അതൊരു വികാരമാണ്. ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ ഒരു ഫ്രഷ് ഫീലാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേ വൈബ്. അടുത്ത് നിൽക്കുന്ന മഞ്ഞളിൻ്റെ ഇല ഇടയ്ക്ക് ഞാനൊന്ന് പിച്ചി നുള്ളി മണപ്പിക്കാറുണ്ട്. ഒരു ഫ്രഷ് സ്മെല്ലാണ് ഇതിൻ്റെ ഇലയ്ക്ക്. മഞ്ഞൾ നമ്മൾ മുഖത്തിടുമ്പോഴുള്ള ആ ഒരു മണം കൂടുതൽ പ്രകൃതിയിലേക്ക് അടുപ്പിക്കും പോലെ. എന്തായാലും മലയോര പ്രദേശത്ത് താമസിക്കുന്നവർക്ക് തോരാതെ പെയ്യുന്ന മഴയെ ഭയമായിരിക്കും ഞങ്ങളെപ്പോലെ. കാലവർഷം ഒരു നാശനഷ്ടങ്ങളും ഉണ്ടാക്കാതിരിക്കട്ടെ. എല്ലാവരും സേഫായിരിക്കട്ടെ.